Hello everyone, welcome to Mehar'skitchen. ഇന്ന് നമുക്ക് ഒരു ക്രീമി ചീസി മിൽക്കൊക്കെ ഇട്ടിട്ട് ഒരു പാസ്ത ഉണ്ടാക്കിയാലോ. വൈറ്റ് സോസ് പാസ്ത അടിപൊളിയാണ്, എൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പോൾ മമ്മി കാണിച്ചു തരും എങ്ങനെയാണ് ഇത് ഉണ്ടാക്കേണ്ടത്. ഇതിലേക്ക് ആവശ്യമുള്ളത് 2 കപ്പ് പാസ്ത, 1 കപ്പ് ചിക്കൻ നീളത്തിലരിഞ്ഞത്, 1 ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ പാർസ്ലി ഇല്ലെങ്കിൽ കുഴപ്പമില്ല, 1/2 കപ്പ് ക്യാപ്സിക്കം അരിഞ്ഞത്, 1/2 കപ്പ് കോൺ, പിന്നെ 1/2 കപ്പ് ക്യാരറ്റ് അരിഞ്ഞത്. നിങ്ങളുടെ അടുത്തുള്ള വെജിറ്റബിൾസ് എടുത്താൽ മതി. 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ വൈറ്റ് പെപ്പർ പൗഡർ ഇല്ലെങ്കിൽ ബ്ലാക്ക് പെപ്പർ പൗഡർ ഇട്ടാൽ മതി. പിന്നെ 1 ടീസ്പൂൺ മിക്സ്ഡ് ഹെർബ്സ് അല്ലെങ്കിൽ ഒറിഗാനോ. പിന്നെ ആവശ്യമുള്ളത് ചീസാണ്. ഇത് 1/2 കപ്പിനേക്കാളും കുറച്ച് കൂടുതലാണ്. ഷെഡാർ ചീസ് അല്ലെങ്കിൽ മൊസറല്ല ചീസ്, 1/2 കപ്പ് ക്രീം, 2-3 ടേബിൾ സ്പൂൺ ബട്ടർ, 300 ഗ്രാം ഇവാപ്പറേറ്റഡ് മിൽക്ക് ഇല്ലെങ്കിൽ നോർമൽ മിൽക്ക് യൂസ് ചെയ്താൽ മതി. ആദ്യം പാസ്ത ബോയിൽ ചെയ്തെടുക്കാം. പാസ്ത ബോയിൽ ചെയ്യാനായിട്ട് ഒരു പാത്രത്തിൽ 5 കപ്പ് വെള്ളം എടുത്തിട്ട് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് വെള്ളം നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് പാസ്ത ഇട്ട് കൊടുക്കാം. ഇത് 10 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. 10 മിനിറ്റിന് ശേഷം കുക്കായിട്ടുണ്ടോ ഇല്ലേ നോക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇത് സ്ട്രെയിൻ ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് ഇതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. 2-1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താലും മതി. ബട്ടർ ചൂടായാൽ ഇതിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞതിട്ട് കൊടുക്കാം. ബട്ടറും വെളുത്തുള്ളിയും കരിയാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇതൊരു 30 സെക്കൻഡ് വരെ വഴറ്റിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ടിട്ട് ചിക്കൻ്റെ കളർ മാറുന്നവരെ ഇത് ഇളക്കിക്കൊണ്ട് വഴറ്റിയെടുക്കാം. ഇതിനൊരു വൈറ്റ് കളറായ ഇത് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ 5 മിനിറ്റോളം വേവിച്ചെടുക്കാം. എന്നിട്ട് ഓപ്പൺ ചെയ്തിട്ട് ഇതിലേക്ക് പെപ്പർ പൗഡറും ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വെജിറ്റബിൾസ് ഇട്ട് കൊടുത്തിട്ട് കുക്ക് ചെയ്തെടുക്കാം. വെജിറ്റബിൾസ് 90% മാത്രം കുക്കാവാൻ പാടുള്ളൂ, പക്ഷേ സോഫ്റ്റ് ആവണം. വെജിറ്റബിൾസൊക്കെ കുക്കായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഇവാപ്പറേറ്റഡ് മിൽക്ക് ഇട്ട് കൊടുക്കാം. ഇവാപ്പറേറ്റഡ് മിൽക്ക് ഇല്ലെങ്കിൽ സാധാ മിൽക്ക് ഇട്ട് കൊടുത്താൽ മതി. ഒരു വ്യത്യാസം ഉണ്ടാവില്ല ടേസ്റ്റിൽ. ഇതോടൊപ്പം തന്നെ മിക്സ്ഡ് ഹെർബ്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ക്രീം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് പാർസ്ലി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചീസ് ഇട്ട് കൊടുക്കാം. ഇനി ഇങ്ങനെ ബോയിൽ വരാൻ തുടങ്ങിയാൽ ഇതിലേക്ക് പാസ്ത ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് യോജിച്ച് കൊടുക്കാം. നല്ല മണം വരുന്നുണ്ട്. മിക്സ്ഡ് ഹെർബ്സിൻ്റെയും ചീസിൻ്റെയും സോസിൻ്റെ ഒക്കെ വായിൽ വെള്ളം വരുന്നുണ്ട്. അങ്ങനെ നമ്മളെ വൈറ്റ് സോസ് പാസ്ത റെഡിയാണ്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് എൻജോയ് ചെയ്യാം. നല്ല ടേസ്റ്റിയാണ്, നല്ല ക്രീമിയാണ്, എളുപ്പത്തിൽ റെഡിയാവും ചെയ്യും. ഇപ്പോൾ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ. പിന്നെ പുതിയ റെസിപ്പീസിൻ്റെ വീഡിയോ കിട്ടാനായിട്ട് ബെൽ ഐക്കൺ പ്രസ് ചെയ്യാൻ എന്തായാലും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.